നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പോൾ കളിക്കുന്നത് ഓക്കെ ഗൈസ്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ ഇപ്പം നേരെ രാത്രിയായി. രാത്രിയായി ഗൈസ്. എനിക്ക് കറക്റ്റ് സമയത്ത് ഞാൻ വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻട്രോ എടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനൽ, എൻ്റെ ചാനലെല്ലാം ചെക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി ഫസ്റ്റ് എപ്പിസോഡ് കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പകുതിയെ ചെയ്തുള്ളൂ. ബട്ട് അതിൻ്റെ ബാക്കി ചെയ്തത് ഒന്നും റെക്കോർഡായില്ല. എന്തോ പറ്റി ഗൈസ്, അതൊന്നും റെക്കോർഡായില്ല. എനിക്കപ്പോൾ ചെയ്തതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഞാൻ വിശുദ്ധീകരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ആ കേവിന് അയൺ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നടന്നു പോയപ്പോൾ ഒരു വില്ലേജ് കിട്ടി. ആ വില്ലേജിൽ നേരെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കുറച്ച് അയൺ കിട്ടി, 2-3 അയണൊക്കെ കിട്ടി. പിന്നെ നമ്മൾ തിരിച്ച് ആ കേവിൽ പോയി. ആ കേവിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് അയൺ കിട്ടി. അതിൻ്റെ പുറകെ കുറേ അയൺ കിട്ടി. അങ്ങനെ നമ്മൾ ഒരു പെർഫെക്റ്റ് അയൺ ആർമറാക്കി ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരന്മാരാരെങ്കിലും മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരൊക്കെ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്തൊന്നും റെക്കോർഡായില്ല, എന്തോ പറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഒരു വില്ലേജൊക്കെ കിട്ടിയായിരുന്നു. ആൻഡ് നമ്മൾ ഫുൾ അയണർമറായി. നമുക്ക് കൊണ്ട് 2 ടൂൾസ് ഉണ്ടാക്കി, ഒരു പിക്കാക്സും ഒരു സോഡും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി 2 അയൺ ഉണ്ട്. ഇന്നത്തെ ഗോൾ എന്താന്ന് നമ്മൾ നോക്കണം. ഇന്നത്തെ ഗോൾ എന്താ ഗൈസ്? ഇന്നത്തെ ഗോൾ നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കണം. ഓക്കെ, ഇന്നത്തെ ഗോൾ ഒരു മൈനിങ് ഏരിയ. അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഗോൾ. അപ്പം നമുക്കിത് എന്തായാലും ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ ഞാൻ മിനിമിൽഷ്യ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. നമുക്ക് ഫുഡില്ലാണ്ട് ഞങ്ങളുടെ വില്ലേജിൻ്റെ കുറച്ച് ദൂരത്തു നിന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലേജിൻ്റെ എത്ര ഡിസ്റ്റൻസ് എടുക്കണം. രാത്രിയാവുമ്പോൾ അവർ ഉറങ്ങില്ല, സോംബീസൊക്കെ അവരെ പിടിച്ച് തിന്നും, അങ്ങനെ ഷോകാവും ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് എന്തൊക്കെയുണ്ട്, കുക്ക് ചെയ്യണം ഗൈസ്. ഒരായ 3 കിട്ടി. ഇതിവിടെ വെച്ചു. അതിന് നമ്മുടെ അപ്പുറത്ത് വല്ല മരത്തിൻ്റെ ഭയവും ഗൈസ്, അവിടെ ഉണ്ട് മരത്തിൻ്റെ ഭയം. ബട്ട് നമുക്ക് ഫുഡ് നല്ല അത്യാവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. പുറത്ത് ഭയമില്ല ഉദ്ദേശിച്ച സാധനം ഉണ്ടാവുന്നാവോ? ഫുള്ള് പൂക്കളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവോ? ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സാധനത്ത് ഇല വീണ് നടക്കുന്ന മറ്റൊരു സാധനമില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ബട്ട് നമുക്കത് കിട്ടിയില്ല. വേറെ എന്തൊക്കെ നമുക്ക് ഫ്യൂവലാക്കാം, കോളാക്കാം. വുഡ് സ്റ്റിക്കൊക്കെ കുറച്ച് മോഷ്ടിക്കേണ്ട വരും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ അതും കിട്ടിയില്ല. നമുക്ക്
8 വുഡ് ഉണ്ട്. നമുക്ക് തൽക്കാലം സ്റ്റിക്കാക്കിയിട്ട് സെറ്റാകാം. അല്ലെങ്കിൽ ഒരു വഴി നമുക്ക് ഈ പൊട്ടാറ്റൊന്നും വയറ് നിറയ്ക്കാം. ഒരു വഴിയുണ്ടോ നോക്കട്ടെ. പൊട്ടു കുഴപ്പമില്ല, നമ്മുടെ റീസ്പോൺ പോയിന്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊരു മണ്ടതരം കാണിച്ചാണ് അറിയേണ്ട. ഞാൻ പ്രിന്റ് എടുത്തു, പിന്നെ വുഡ് അറിയണ്ട. സോറി. നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരു കുഴപ്പമില്ലാണ്ട് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റ്. വർക്കാവോ? നമ്മൾ തൽക്കാലം റിസ്ക് നടക്കണം. നമുക്ക് തൽക്കാലം കുറച്ച് സ്റ്റിക്ക് വേണം ഗുയ്സ്. 12 സ്റ്റിക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ 5 ഇതുള്ളൂ. തൽക്കാലം അതൊക്കെ മതി. ഓക്കെ ഗൈസ്, അയ്യോ വേഗം ഒരെണ്ണമായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണമായിട്ടുണ്ട്. കുറച്ച് ഫുഡ് കൈ പിടിക്കണം, അത് എന്തായാലും വേണം. ഇവരൊക്കെ കൃഷിക്കാരനാണ്. വണ്ടിയിൽ പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ കൃഷിക്കാരനൊന്നുമില്ല. ഒരു പൊട്ട വില്ലേജ് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. പൊട്ടാറ്റോ മാത്രം ഇവന്മാര് കൃഷി ചെയ്യുന്നുള്ളൂ. കറക്റ്റ് ബാക്കി 5 സ്റ്റിക്ക് വന്നിട്ടുണ്ട്. അടുത്തു. ഇനി നമുക്ക് മൈനിങ്ങിന് പോയാലോ? മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കുറച്ച് വിലമടിപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ വെക്കണം. നമുക്ക് ഫുള്ള് സ്റ്റോണിഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും സ്റ്റോണിൻ്റെ. നമ്മുടെ കയ്യിൽ 3 ഉണ്ട്. നമുക്കിപ്പോൾ ഒരു പിക്കാക്സ് ഇരുന്നോട്ടെ, ഒരു സോഡി ഇരുന്നോട്ടെ, വേറെ ഒന്നും നമുക്ക് വേണ്ട. ഒരു ബക്കറ്റും ഇരുന്നോട്ടെ. പിന്നെന്തൊക്കെയുണ്ട്? ഈ സഞ്ചി എടുക്കുക. സഞ്ചിക്കകത്തട ഇതിനകത്തേക്ക് ഇതിടാൻ പറ്റില്ല. പിക്കാക്സ് ഇടുന്നു. നമുക്ക് വേണ്ട ഗൈസ്. നമുക്ക് തൽക്കാലം ഇതൊക്കെ പുറത്തിരുന്നോട്ടോ. കാര്യം വല്ല ആവശ്യം വന്നാ നമുക്ക് ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഓക്കെ, എല്ലാം സെറ്റ്. നമുക്ക് പൊട്ടാറ്റോ കൂടെ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റ്. ഒരു പിക്കാക്സ് ഒന്നും പോരല്ലോ ഗൈസ്. ഇതിൽ നമ്മൾ മൈനിങ്ങിനല്ലേ പോകുന്നത്. അപ്പം നമുക്കൊരു ഈ പിക്കാക്സ് ഒക്കെ വേണ്ടേ. പിന്നെ എന്തൊക്കെയാ, നമുക്ക് സ്റ്റിക്ക് എന്തായാലും കൈ പിടിച്ചത്. ക്രാഫ്റ്റിംഗ് ടേബിള് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടുന്നോട്ടെ. വേറെ സാൻഡ് വെച്ചിട്ടുണ്ട്.
നമുക്ക് എവിടെയാണ് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യുക ഗൈസ്? നമുക്ക് മൈനിങ് ഏരിയ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്താലോ? രാത്രി ആവാറായി. ഭയങ്കര ഷോക്കാണ് ഗൈസ് ഇത്. രാത്രി ആവാറായി. നമുക്ക് രാവിലെ എണീറ്റിട്ട് എല്ലാം ചെയ്യാം. രാവിലെ എണീറ്റിട്ട് എല്ലാം ചെയ്യാം നമുക്ക്. അതാ എൻ്റെ വീട്ടിൽ വേറെ ഇതും കയറിയിരിക്കുന്നു ഗൈസ്. ഓ വില്ലേജറെ, വേറെ ഒരു സ്ഥലമില്ല വില്ലേജറിൽ കയറി കിടക്കാൻ. ഇതുങ്ങളൊക്കെ ഇതെന്തോ കിടക്കാൻ പറ്റത്തി. കിടന്നു. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ മൈനിങ് ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ കുറച്ചൊക്കെ മൈൻ ചെയ്യണം. നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം. ഇവിടെ ഗൈസ് ഇതാകുമ്പോൾ വില്ലേജ് ഒത്തിരി ദൂരെയാണ്. ഇവിടെ ഒരു കേവും ഉണ്ട്. എനിക്ക് മലയുടെ മുകളിൽ നിന്ന് പോകാം. ഒരു ഷവല് വേണ്ട പകുതി എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റോൺ ആയിരിക്കും. അയ്യോ ഗൈസ്, നമ്മളിപ്പോഴാണ് ഈ കാര്യം ആലോചിക്കുന്നത്. ഇങ്ങനെ പോയിട്ട് എന്ത് കാര്യം? നമുക്കൊരു ടോർച്ച് വേണ്ടേ? മറ്റേ ഇത് വേണ്ടേ? ടോർച്ച് കോള് വേണം ഗൈസ് നമുക്ക്. അത് ഈ കേവിനകത്തുണ്ടാവോ? ഇത് വേറെ കേവാണ്. ഇത് വേറെ കേവാണ്. നമ്മളവിടെ അടിയിലൊരു കോള് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ റിസ്ക് എടുക്കാം. അയ്യോ, ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഇത് ചാടണോ? റിസ്ക് എടുക്കണോ? ചാടി. ഒറ്റ മൈൻഡ് ഗൈസ്. ഞാൻ എന്തായാലും റിസ്ക് എടുത്തു ഗൈസ്. താഴെ ചാടി. എവിടെ കോൾ നട്ട്? ഇത് വലിയൊരു കേവാണ്. അടിയിലെന്തോ ലാവൊക്കെ. അതാ ഏണടാ. എല്ലാം നമുക്ക് എടുക്കണം ഒരു ദിവസം. കോള് പിന്നെ കുഴിച്ച പിന്നെ കോളിന് ക്ഷാമല്ല. കോള് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി തിരിച്ചു കയറുന്നതാണല്ലോ ശോകം. നമ്മളവിടെ വാട്ടർ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയായിരുന്നു. അതൊന്നും നമുക്ക് വെള്ളത്തിൽ കൂടെ പൊങ്ങി കയറാൻ. കുറെ ക്വാളിറ്റി ഉണ്ട്. കുറെ കോള് കിട്ടിയിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും കോള് കുറച്ചും കൂടെ വേണമായിരുന്നു. മേലെ കൂടെ ഇനിയും വേണം നമുക്ക് കോള്. ഇനി എന്ത് ചെയ്യും? നമുക്ക് ആ അയണും കൂടെ എടുത്താലോ നൈസായിട്ട്? എന്തായാലും വന്നല്ലേ, നമുക്ക് അയണും കൂടെ എടുത്തിട്ട് പോവാം. എൻഡർമാന്
ഇതിൽ ലാവയൊക്കെ ഉണ്ട്, ഡയമണ്ടൊക്കെ ഉണ്ടാവും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ ഗൈസ്, നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ആ കേവിലോട്ട് ഇറങ്ങായിരുന്നു. ഓക്കെ, ഇപ്പം വരുന്നുണ്ട്. എന്തായാലും വെയിലും കൊണ്ടിതാവട്ടെ. ഓക്കെ, എൻഡർമാൻ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. കഷ്ടം. നമുക്ക് അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരിച്ച് അതേപോലെ കയറി പോട്ടോ. ഞാനൊന്നും കണ്ടിട്ടില്ല എൻഡർമാൻ. ബ്ലോക്ക് വെച്ച് തന്നെ കയറി പോവാ. അത്ര ദൂരമൊക്കെ ഉള്ളൂ ടൈറ്റ്. എനിക്ക് ഇവിടെ തന്നെ പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് അയണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. 17 കോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോൾ ഉണ്ടാക്കിയിട്ട് 20 ടോർച്ച് ഉണ്ടാക്കണം. കുറച്ച് പ്ലേറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അതൊന്നും നമ്മൾ കരുതിയാക്കൂല. അയ്യോ ഗൈസ്, ഞാൻ എൻ്റെ ആർമറൊക്കെ ഊരി വെക്കാൻ മറന്നുപോയി. ആർമർ ഊരി വെച്ചില്ലെങ്കിൽ ആ സാധനം നഷ്ടപ്പെട്ട വലിയ കാര്യമാണ്. അയണൊക്കെ പോയാ ഗൈസ്, എത്ര കഷ്ടപ്പെട്ട് എടുത്താന്നറിയാം അയണൊക്കെ കേവിന്ന്. 2-3 വട്ടം ചത്തിട്ടാണ് ഞാനൊക്കെ അത് എടുത്തത്. എന്തായാലും വുഡ് ഇട്ടിട്ടേ 5 വുഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുണ്ട് അവിടെ. പിന്നെ വുഡ്. ഓക്കെ ഗൈസ്, 2 ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് മതി നമുക്ക് തൽക്കാലം. എന്തായാലും നമുക്ക് ആ കേവ് റഷ് ചെയ്യാം. ഇവിടുത്തെ ഈ കേവ് റഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് അടുത്ത എപ്പിസോഡിലാകാം. അവിടെ കണ്ടില്ലേ ഒരു വലിയ എന്തൊക്കെയുണ്ട്, ലാവയൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അവിടെ അടിയിലോട്ട് വലിയൊരു കുഴിയാണ്. എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. അങ്ങോട്ടൊക്കെ എന്തായാലും നമുക്കൊന്ന് പോകണം ഗൈസ്. നമ്മുടെ ആർമർ ഉപയോഗിച്ചില്ല. എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയൊക്കെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു ടു മച്ച്.